നമസ്കാരം. കാറ്റടിച്ചാൽ തീരും തോട്ടക്കാരൻ്റെ വാഴ്ച. മനുഷ്യനെ പുഴുക്കളെപ്പോലെ കണ്ട് പുച്ഛിച്ച ഒരു ജനശത്രുവിൻ്റെ പതനം ഇത്രമേൽ ആഴമുള്ളതാകുമെന്ന് ആരറിഞ്ഞു? സർഗം സിനിമയിൽ കുട്ടൻ തമ്പുരാൻ ഒരു ചത്ത പാമ്പിനെ കോലിൽ കുത്തി എടുത്തുകൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ കേരള ജനത ഒരു കോലിൽ കുത്തി പിണറായി വിജയൻ എന്ന ചത്ത സർപ്പത്തെ പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു. ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞ് ജനത്തിൻ്റെ നെഞ്ചത്ത് കയറി കസേരയിട്ടിരുന്നയാളാണ് പിണറായി വിജയൻ. നിങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും കോടികൾ ഉണ്ടാക്കാനും ഒപ്പം നിന്ന ഒരു പാർട്ടിയുടെ 16 അടിയന്തരമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ മനുഷ്യൻ ക്യാപ്റ്റനല്ല, പാർട്ടിയുടെ കാലനാണ്. നെഞ്ചത്ത് അല്പമെങ്കിലും ആവിയുള്ള അന്തങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. മലയിൽ വിളഞ്ഞതും ഉരലിൽ വീഴുമെന്ന പാഠം പിണറായി ഇനിയെങ്കിലും പഠിക്കണം. നിങ്ങളുടെ നിഴല് പോലും നിങ്ങളെ ചതിച്ചിരിക്കുന്നു. മനുഷ്യനെ കളിപ്പിച്ചുണ്ടാക്കിയത് മക്കൾക്കും കൊച്ചുമക്കൾക്കും വീതിച്ചു കൊടുത്ത് സ്ഥലം വിടുന്നതാണ് നിങ്ങൾക്ക് സഖാക്കളോട് ചെയ്യാനുള്ള ഏക നീതി. മനുഷ്യൻ്റെ മനസ്സറിയാത്ത PR വർക്കിൻ്റെ ബലത്തിൽ ഊതിപ്പെരിപ്പിച്ച കുടുംബക്ഷേമ തൽപരനായ പിണറായി വിജയ, നിങ്ങൾ ഇനിയുമെങ്കിലും ഒന്ന് കണ്ണാടി നോക്കണേ. ഈ തികഞ്ഞ അഹങ്കാരിയോട് ജനം ഒന്നിച്ചു പറഞ്ഞു വീട്ടിൽ പോയി കിടക്കാൻ. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിവർന്നു നിന്ന് ചോദിക്കണം സഖാക്കളെ, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വായ്ക്കരിയിടാൻ ജനിച്ചവനാണോ എന്ന്. 400 കുണുവയുടെ ഒരു കിറ്റിൽ വീണുപോയ പാവങ്ങൾ ആ ചതി തിരിച്ചറിഞ്ഞു. പരനാറിയെന്നും നികൃഷ്ടജീവിയെന്നും നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ നിങ്ങളെ ഇനി വിളിക്കും. മുണഞ്ഞ ചിരിയും കോമഡിയുമായി പിണറായി വിജയന് മുമ്പിൽ കോളാമ്പിയുമായി നടക്കുന്ന ഗോവിന്ദ ഭാര്യയുടെ സാരിത്തുമ്പിൽ പോയി ഒളിച്ചുകൊള്ളുക. സ്വർണം കട്ടവന്മാരെയും ശവം തൂക്കികളെയും ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ, ഇതുപോലെയായി കാര്യങ്ങൾ. പിണറായി വിജയൻ അരയിൽ കൊരുത്തുകൊണ്ട് നടന്ന അഹങ്കാരികളായ മന്ത്രിമാരുടെ പതനം സമാനതകളില്ലാത്തതാണ്. പലതിനെയും ജനം കണ്ടം വഴി ഓടിച്ചു. 5 വർഷം ഭരിക്കുന്ന സർക്കാരിനെ 5 തൊഴി നൽകിയാണ് സാധാരണ കേരളം ഇറക്കി വിട്ടിട്ടുള്ളത്. ഇതിപ്പോൾ 10 കൊല്ലം ഭരിച്ചവനെ തിരിച്ചും മറിച്ചുമിട്ട് അറഞ്ചം പുറഞ്ചം തല്ലുകയായിരുന്നു ജനം. കിട്ടുന്ന അപ്പക്കഷ്ണങ്ങളും നക്കി പിണറായി വിജയൻ്റെ അധോവായു ശ്വസിച്ച് എന്തൊരു വാടയുള്ള വാസന എന്ന് പറഞ്ഞു നടക്കുന്ന പുരോഗമനവാദികളും പൂക്കാസാക്കാരും ബുദ്ധിജീവികളും ഇനി ചത്ത പോലെ അങ്ങ് കിടന്നുകൊള്ളുക. കേരളം കണ്ട ഒരു പരനാറിയെ ജനം തിരുത്തുന്ന മനോഹരമായ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. 56 വാഹനമില്ലാതെ പെടുക്കാൻ പോകില്ല. പൊക്കണത്തെയും കൊണ്ടല്ലാതെ ലോകരാജ്യങ്ങൾ കറങ്ങാൻ പോകില്ല. ഹെലികോപ്റ്റർ ഇല്ലെങ്കിൽ നേരം വെളുക്കില്ല. ലോക മുതലാളിയുടെ തൊട്ടിലിൽ കിടന്നേ മയങ്ങൂ. നെയ്മീനില്ലാതെ ഉരുളയിറങ്ങില്ല. 51 വെട്ടുവെട്ടി നിങ്ങൾ കൊന്ന TP ചന്ദ്രശേഖരൻ്റെ ഓർമ്മ ദിനത്തിൽ പിണറായി എന്ന നരാധമന് കാലം സമ്മാനിച്ച കഠിനമായ ഒരു ശിക്ഷയാണിത്. പോയി ചാകട എന്ന് ജനം പറയാത്തത് അവരുടെ സംസ്കാരം കൊണ്ട് മാത്രമാണ്. TPയുടെ ഓർമ്മകൾ കനലായി എരിയുന്നത് കൊണ്ടാകണം നിങ്ങൾ വർഗവഞ്ചകനെന്നും ചെറ്റയെന്നും വിളിച്ചവരെല്ലാം മിന്നിത്തെളിഞ്ഞു. ചോരപ്പണം വാങ്ങി ശത്രുക്കളെ ഒറ്റിക്കൊടുക്കുന്ന പിണറായി, നിങ്ങളിനി എങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും? വെളുത്ത മുണ്ടുടുത്ത് മൂക്കിൻ്റെ തുമ്പിൽ മാത്രം നോക്കി നടക്കുന്ന നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ലല്ലോ. ഒരർത്ഥത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഇത് ഇടതുപക്ഷക്കാരൻ്റെ തന്നെ ജയമാണ്. ഉച്ചിയിൽ ഉപ്പോളമെങ്കിലും ബുദ്ധിയും അല്പമെങ്കിലും വകതിരവും ഔചിത്യബോധവും രാഷ്ട്രീയ ബോധ്യവുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോലും നിങ്ങളെ പിന്നിൽ നിന്നും കുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ധർമ്മടത്ത് നിന്നും ജയിച്ച മനുഷ്യൻ 6 റൗണ്ട് കിടന്ന് കയ്യും കാലുമിട്ടടിച്ച് ഏങ്ങലടിച്ചാണ് കരകയറിയത്. അഹങ്കാരികളെ മുഴുവൻ അടിച്ചു നേരെയാക്കി ജനം. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ്റെയും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ്റെയും വിജയം ഒരു സഖാവും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുള്ളതല്ല. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ വെണ്ണുംപിള്ള തളിപ്പറമ്പിൽ കൂഞ്ഞു വലിക്കുമെന്ന് ഏതെങ്കിലും ഒരു CPMകാരൻ സ്വപ്നം കണ്ടതാണോ? ഗോവിന്ദൻ പ്രത്യക്ഷപ്പെട്ട് മഞ്ഞളിച്ച മുഖത്തോടെ വന്ന് പറഞ്ഞത് പാർട്ടി ആഴത്തിലെല്ലാം പഠിക്കും എന്നാണ്. നിങ്ങൾ പലതും ആഴത്തിൽ കടിച്ചതിൻ്റെ ഗുണമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ചത്ത വീട് പോലെയാണിപ്പോൾ AKG സെൻറ്റർ. ശരിക്കും ഗോവിന്ദനും ഭാര്യയുമാണ് വിജയശില്പികളെന്ന് പോരാളി ഷാജി വരെ അവകാശപ്പെടുന്നു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ച മുതലാണ് ഈ പിണറായി വിജയൻ. അധികാരം കൊണ്ട് മത്തുപിടിച്ച ഈ പിണറായി വിജയനും സെറ്റുകാരും മനുഷ്യൻ്റെ മുഖത്ത് തുപ്പുകയായിരുന്നു ഇത്രയും കാലം ചെയ്തത്. കള്ളക്കുറി തൊട്ട ഓന്ത് നടേശനും നെറ്റിയിൽ ചന്ദനം ചാർത്തിയ സുകുമാരൻ നായരും ഇനി ഇറങ്ങും UDFന് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഒരൊറ്റ ആട്ടിവിടണം ഇവന്മാരെ. മഹാനായ പിണറായി വിജയൻ്റെ ഭരണനേട്ടം കൊണ്ട് BJP ഇതാ 3 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. നേമത്ത് അക്കൗണ്ട് പൂട്ടിപ്പിച്ചതിൻ്റെ മുഴുപ്പും പറഞ്ഞ് നടന്ന കമ്മികളാണ്. വട്ടിളക്കി നടന്ന ശിവൻകുട്ടി വീണു. പുളകം കൊണ്ട് നടന്ന സുരേന്ദ്രൻ വീണു.
ആരു പറഞ്ഞു ദൈവമില്ലെന്ന്? മുൻപൊക്കെ ദൈവം വല്ലപ്പോഴുമായിരുന്നു, ഇപ്പോൾ ദൈവം കൂടെ കൂടെയാണ്.